morning students. Today our topic compound interest. Fourth module previous ക്ലാസ്സുകളിലെ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്, അതായത് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ. ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂവിലെ ഫസ്റ്റ് ടോപ്പിക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. പ്രീവിയസ് ക്ലാസ്സുകളിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഫോർമുലയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ കുറച്ച് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സം മോർ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ അത്തരം ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ സോൾവ് ചെയ്യാനുണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the compound interest on a sum for 3 years at 5% is 252.20. What is the principal amount? പലപ്പോഴും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ദെൻ അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന പ്രോബ്ലമാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഡിഫറൻസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഡിഫറൻസ് ഓഫ് compound interest. The difference of compound interest and simple interest on a sum of money for 2 years at 5% per annum. Is rupees 5. Find the sum. അതായത് ഇപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മൾ 1, 2, 3 ക്ലാസ്സുകളായി നമ്മളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അതിൻ്റെ ചിലപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിസ്സിംഗ് ആയിരിക്കും, ചിലപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് മിസ്സിംഗ് ആയിരിക്കും. ദെൻ അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. അതിൽ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ദെൻ അതിലെ ക്വസ്റ്റ്യൻ ഈസ് ദ ഡിഫറൻസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് on a sum of money for 2 years at 5% per annum ₹5. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ₹5 ആണ്. സെയിം ടൈം on a sum of money for 2 years at 5%, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. 5% ദെൻ ഫോർ 2 years. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കണേന്ന് നോക്കണം. അതായത് നമുക്ക് ആദ്യം തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ഇവിടെ ആദ്യം തന്നിരിക്കും. നമുക്ക് എഴുതാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കണ്ടോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ₹5. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ₹5. ഇതാണ് നമുക്കൊരു ക്ലൂ എന്ന് പറയുന്നത്. ദെൻ ഓൺ എ സം ഓഫ് റുപ്പീസ് മണി ഫോർ 2 years, n ഈസ് ഈക്വൽ ടു 2 years. എത്ര വർഷത്തേക്കാണ് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയാലും ചാർജ് ചെയ്തിരിക്കുന്നത് 2 years ആയിരിക്കും. സെയിം ടൈം അറ്റ് 5% per annum റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു 5%, 5/100 നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഫൈൻഡ് ദ സം. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. ദ ഡിഫറൻസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഫോർ 2 years at 5%. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ₹5 ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 years. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 5%. ഫൈൻഡ് ദ സം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മളതിൽ എന്ത് കണ്ടുപിടിക്കണം, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മളോട് എഴുതിയിട്ടുണ്ട്.
ദെൻ നമ്മളത് ചെയ്യാനായിട്ട് ആദ്യം വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് പി. അതായത് ടോട്ടൽ എമൗണ്ട് മൈനസ് ദെൻ അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ 5000 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ടും 4500 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് വെച്ചാൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട്. ക്ലിയർ. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ എന്നാണ് ഫോർമുലയാണ് ഉപയോഗിക്കാറുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ് പി ഇൻറ്റു എൻ ഇൻറ്റു ആർ, പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, അതേസമയം തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്? ₹5 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ ഏകദേശം അത് കണ്ടുപിടിക്കാനുള്ള ഡാറ്റാസ് എല്ലാം നമ്മളതിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. എ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആണ്. അപ്പോൾ എ മൈനസ് പി എന്ന് പറയുന്നിടത്ത് ദെൻ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എ ഈസ് ഈക്വൽ ടു മുൻപ് പഠിച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റേസ് ടു എൻ. ഇതാണ് എ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റേസ് ടു എൻ എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കാറുള്ളത്. ദെൻ ഇവിടെ അപ്പോൾ ഞാൻ ഈ ഫോർമുലയിലേക്ക് ഫസ്റ്റ് ഫോർമുലയിലേക്ക് ഞാൻ എഴുതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ₹5. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 5 എന്നുള്ളതിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളിടത്ത് ഞാൻ ഏത് ഫോർമുല എഴുതാണ്? എ മൈനസ് പി. അതായത് ഇങ്ങനെ വരും എ മൈനസ് പി കണ്ടോ, എ മൈനസ് പി മൈനസ് പി എൻ ആർ ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 5. ഇതായിരിക്കുമല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുല. എ മൈനസ് പി എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പി എൻ ആർ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും എ മൈനസ് പി മൈനസ് പി എൻ ആർ എന്ന് പറയുന്നതായിരിക്കും ₹5 എന്ന് പറയുന്നത്. അപ്പോൾ എ മൈനസ് പി എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 100 ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നിടത്ത് ദറ്റ് ഈസ് 2 മൈനസ് പി എൻ ആർ ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പി ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 5 ബൈ 100 ഓൾ റേസ് ടു 2 മൈനസ് പി ഇൻറ്റു എൻ എന്ന് പറയുന്നിടത്ത് എൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു 5 ബൈ 100 ഈസ് ഈക്വൽ ടു 5. ദെൻ നമുക്കിവിടെ പി ഇൻറ്റു 1 പ്ലസ് 5 ബൈ 100 എന്ന് പറയുമ്പോൾ 105 വരും. കോമൺ ആയിട്ട് 100 എടുക്കാം. ദെൻ ഇവിടെ 100 1 ഇൻറ്റു 100 പ്ലസ് 5 ദെൻ 105. ഇത് മനസ്സിലായല്ലോ. 105 ഇതെങ്ങനെ കിട്ടിയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഇതിൻ്റെ LCM എടുക്കുകയാണ് ചെയ്യുക, കോമൺ ഫാക്ടർ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? കോമൺ ഫാക്ടർ 100 ഇൻറ്റു 100 പ്ലസ് 5 105 ഡിവൈഡഡ് ബൈ 100 ഹോൾ സ്ക്വയർ മൈനസ് പി ഇൻറ്റു 5 ഇൻറ്റു 2 10 by 100 ഈസ് ഈക്വൽ ടു 5. 10 by 100 എന്നുള്ളതിന് നമുക്ക് 1/10 ഇട്ടാൽ മതി. ക്ലിയറായി. ഇനി ഞാനിതിനെ പി എന്ന് പറയുന്ന കോമൺ ഫാക്ടറിന് ഇവിടേക്ക് എടുക്കുകയാണ്. പി ദെൻ ഫോർമുല ഇങ്ങനെ മാറ്റാണ്. 105 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് ദെൻ ഇവിടെ 21 സ്ക്വയർ എന്ന് നമുക്ക് മാറ്റി എഴുതാം. 21 ഡിവൈഡഡ് ബൈ 20 ഹോൾ സ്ക്വയർ അല്ലേ. മൈനസ് പി എന്നുള്ളത് -1 ആക്കി എടുക്കാം.
ദെൻ മൈനസ് 1 ഇൻറ്റു 1/10 ആയിട്ട് ഇത് മാറും. ഈസ് ഈക്വൽ ടു 5. ഇവിടെ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കാം. അതായത് 105 എന്ന് പറയുന്നതിനെ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 21 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 105 അങ്ങനെ ഡിവൈഡ് ചെയ്ത് ദെൻ 21 കിട്ടും. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും. അപ്പോൾ 105/100 എന്ന് എഴുതുന്നതിന് പകരം അവിടെ ഒന്നുകൂടെ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് 21/20 എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ഫോർമാറ്റിലേക്ക് മാറ്റി. അത്രയേ ഉള്ളൂ. 21/20 എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റി. 21/20 ഹോൾ സ്ക്വയർ മൈനസ് പി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലായിടത്തും പി കോമൺ ആയിട്ടുള്ള എടുത്തിട്ടുള്ളത് കൊണ്ട് പി എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു. ദെൻ അവിടെ പി ഇൻറ്റു 21/20 ഹോൾ സ്ക്വയർ മൈനസ് പി എന്നുള്ളിടത്ത് 1 എഴുതിയാൽ മതി. പി മൈനസ് 1 മൈനസ് പി എന്ന് പറയുമ്പോൾ 1 ആണ്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. ദെൻ മൈനസ് 1/10 ദെൻ ഈസ് ഈക്വൽ ടു 5. കുട്ടികൾക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി പി ഇൻറ്റു 21 ദെൻ 21/2 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 21ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 21ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 441 ഡിവൈഡഡ് ബൈ 400 മൈനസ് 1 മൈനസ് 1/10 ഈസ് ഈക്വൽ ടു 5. ഈ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ ഒരു കോമൺ ഫാക്ടറാണ് പി ഇൻറ്റു ദെൻ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 400 ആയിരിക്കും. 400 ദെൻ അവിടെ മുകളിൽ 441 മൈനസ് ഇവിടെ 1 ആയിരിക്കും. 1 ഇൻറ്റു 400 മൈനസ് ദെൻ ഇവിടെ 10 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 10 ഇൻറ്റു 4 ആയിരിക്കും. ദെൻ ഇവിടെ 10 ഇൻറ്റു 40 ആയിരിക്കും 400 എന്ന് പറയുന്നത്. ആ 40 കൊണ്ട് 1നെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് 40. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ ഇത്തിരി മാത്തമെറ്റിക്കൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സാധാരണ രീതിയിൽ LCM നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡിൽ ഇവിടെ എന്താ ഇവിടെ നിന്നൊട്ടായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യേണ്ടി വരിക. പി ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 100 ഓൾ റേസ് ടു then all square all raised to 2 minus p into 10/100. 10/100 കിട്ടിയത് മനസ്സിലായല്ലോ. 5 into 2 10/100 is equal to 5. ക്ലിയർ ആണ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോഴേക്കും പി എന്ന് പറയുന്ന കോമൺ ഫാക്ടറിന് അവിടെ നിന്നിട്ട് എടുത്തു. പി എന്ന് പറയുന്ന കോമൺ ഫാക്ടറിന് എടുത്തു കഴിയുമ്പോൾ പി ഇൻറ്റു ദെൻ 105 എന്താക്കി 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈഡ് ഫോർമാറ്റിലേക്ക് നമ്മളതിനെ മാറ്റി 21/20 ഹോൾ സ്ക്വയർ മൈനസ് 1 പി എന്നിടത്ത് 1 എഴുതിയാൽ മതി. പി കോമൺ ഫാക്ടർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ദെർഫോർ -1 മൈനസ് പി എന്നുള്ളിടത്ത് അഗെയിൻ 1 നമ്മൾ ചെയ്യും. പി ഇങ്ങോട്ട് എടുത്തിട്ട് 1 ഇൻറ്റു 1 കണ്ടോ, 1 ഇൻറ്റു 1 തന്നെ 1/10 ക്ലിയർ ആയി. ദെൻ പി ഇൻറ്റു ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പിൽ 20 ദെൻ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. 21ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441ഉം 20യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 400ഉം ആണ്. അപ്പോൾ 441 ഡിവൈഡഡ് ബൈ 400 മൈനസ് 1 മൈനസ് 1/10 എന്ന് പറയുന്നതിലേക്ക് എത്തി. ഈസ് ഈക്വൽ ടു 5. ദെർഫോർ ദെൻ കോമൺ ഫാക്ടർ ഈസ് 400. ഇതിൽ 400 ആണ് എൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 400 കോമൺ ആയിട്ട് എടുത്തു. 400 ഇവിടെ 400 ഉള്ളതുകൊണ്ട് അതായത് ഡിനോമിനേറ്റർ 400 ഉള്ളതുകൊണ്ട് നമുക്ക് ദെൻ അവിടെ നോമിനേറ്റർ എന്ന് പറയുന്നത് 441. 441 മൈനസ് ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. 1 ആയതുകൊണ്ട് 1 ഇൻറ്റു 400 ആയിരിക്കും 400. ആ 400 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 400 മൈനസ് 10 ഇൻറ്റു 40 ആയിരിക്കും 400 എന്ന് പറയുന്നത്. അപ്പോൾ ആ 10നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് 1നെയും നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 1നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40. ദെർഫോർ 441 മൈനസ് 400 മൈനസ് 40 ഡിവൈഡഡ് ബൈ 400 ഈസ് ഈക്വൽ ടു 5. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇതൊന്നുകൂടെ നോക്കുക. പി ഇൻറ്റു നമുക്കിത് മൈനസ് ചെയ്ത് നോക്കാം. പി ഇൻറ്റു 441 മൈനസ് 400 മൈനസ് 40 ദാറ്റ് ഈസ് 441 മൈനസ് 440 ഡിവൈഡഡ് ബൈ 400 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇത്രയും കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇവിടെ
ഇത്രയും കാണുന്നുണ്ടല്ലോ. 441 എന്നുള്ളത് ഈ താഴെ ഇവിടെ കാണുന്നുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. 400 ഇത് അല്ലെങ്കിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. 441 മൈനസ് 440 ഡിവൈഡഡ് ബൈ 400 ഈസ് ഈക്വൽ ടു 5 എന്നുള്ളതാണ്. ദെൻ ഞാനിവിടേക്ക് എഴുതുന്നുണ്ട്, മുകളിലത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് പി ഇൻറ്റു കണ്ടോ, പി ഇൻറ്റു 441 മൈനസ് 400 എന്ന് പറയുന്നത് 1 ആണ്. പി ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു ഈ 400 എന്നുള്ളത് ഈസ് ഈക്വൽ ടു ദെൻ 5 ഇൻറ്റു 400. ദാറ്റ് മീൻസ് പി ഈസ് ഈക്വൽ ടു 2000. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ നമുക്ക് എങ്ങനെയും ചോദിക്കാമെന്ന് കറക്റ്റായിട്ട് പി ഒ എ ഒ കാണാൻ മാത്രമല്ല പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അത് പല രീതിയിൽ സോൾവ് ചെയ്ത് നമുക്കതിനെ ആൻസറിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുകയാണ്. ദെർഫോർ ദെൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ് കണ്ടോ, ദെർഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് പി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100. Therefore, A is equal to P into 1 plus R divided by 100 all raised to n. Therefore, A minus P എന്നുള്ളത് നമുക്ക് എന്തെന്ന് എഴുതാം, A minus P എന്ന് പറയുമ്പോൾ A is equal to P into 1 plus R divided by 100 all raised to n. എയുടെ ഫോർമുലയാണ് ആദ്യം അപ്ലൈ ചെയ്തിരിക്കുന്നത്. P into 1 plus R by 100 all raised to 2 minus P n R by 100 is equal to 5. then അവിടുന്ന് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക. P into 1 plus 5 by 100 common factor 100 105 all square minus P into 10 divided by 100 is equal to 5. P into 21 divided by 20 all square minus 1 by 10 is equal to 5. Therefore, P into 441 divided by 400 minus അതായത് ഇവിടെ സ്ക്വയർ കണ്ടുപിടിച്ചു. 441 divided by 400 minus 1 by 10 is equal to 5. Therefore, 441 minus 400 minus 40 divided by 400 is equal to 5. Answer is P into 441 minus 440. That means 1 divided by 1 by 400. ഇങ്ങനെ വരിക. 1 by 400 is equal to 5. 1 by 400 is equal to 5. Therefore, P into 1 is equal to 5 into 400. That means P is equal to 2000. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ മിക്കവാറും നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഒരു ടോപ്പിക്ക്, അതായത് മുൻപുണ്ടായിരുന്ന ടോപ്പിക്കിൽ നിന്ന് സെറ്റ് തിയറിയൊക്കെ നമുക്കിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോപ്പിക്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകളെയും അതിൽ സാധാരണ നമ്മൾ ഇൻഡെക്സ് നമ്പറൊക്കെ പഠിക്കാറുണ്ട്. ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. പകരം കുറച്ച് ഏരിയാസ് കൂട്ടിയെടുത്തിരിക്കുന്നത് എവിടെയാണ്, ഈ ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് കുറച്ചുകൂടെ അഡീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന ബുക്കിൽ നിന്ന് കൂടുതൽ പ്രോബ്ലംസ് ഏത് ഭാഗത്ത് നിന്ന് പഠിക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരത്തിൽ മാറി മാറി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് അറിയാവുന്ന ഫോർമുലാസ് ഉണ്ട്, ആ ഫോർമുലാസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പലപ്പോഴും പല പ്രോബ്ലത്തിലും നമ്മൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പ്രോബ്ലത്തിൽ നമ്മൾ പറയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ദെൻ ഇൻട്രസ്റ്റ് പെർ ആനം 4% പെർ ആനം. ഇൻട്രസ്റ്റ് 4% ആണ് പെർ ആനം എന്നൊക്കെ പറയാറുണ്ട്. സെയിം ടൈം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ഹാഫ് ഇയർലി എന്ന് പറയും. അതായത് പലപ്പോഴും ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തരികയും ചെയ്യും, എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഹാഫ് ഇയറിലാണ് അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ക്വാർട്ടേർലി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ പല ക്വസ്റ്റ്യൻസും തരാം. അങ്ങനെ തരുമ്പോൾ നമ്മൾ ഇയറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് വരും. ഒരു വർഷത്തിൽ 2 തവണ ഹാഫ് ഇയർ വരും അല്ലേ.
അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ തരാം? നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നിടത്ത് നമുക്ക് 1 ഇയർ 2 ഇയർ എന്നാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ഹാഫ് ഇയർലി ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ക്വാർട്ടേർലി എന്ന് പറയുമ്പോൾ നമ്പർ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇയർലി തന്നിരിക്കുന്നതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇയർലി 10% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കി എടുക്കേണ്ടി വരും? ഡിവൈഡഡ് ബൈ 2 ഇട്ടിട്ട് ഹാഫ് ഇയർലി 5% ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ക്വാർട്ടേർലി എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 4 ഇടേണ്ടി വരും. ദെൻ അത്തരത്തിലൊരു കാൽക്കുലേഷൻ നിങ്ങളവിടെ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നോട്ട്ബുക്കിൽ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് വൺ നിങ്ങൾ എഴുതേണ്ടത് ഒരു സെപ്പറേറ്റ് നോട്ടായിട്ട് കൊടുക്കുക. നോട്ട് കോമ്പൗണ്ടിങ് എഴുതുക. കോമ്പൗണ്ടിങ് സെപ്പറേറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഹാഫ് ഇയർലി ക്വാർട്ടേർലി ഒക്കെ ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഹാഫ് ഇയർലി ഓർ ക്വാർട്ടേർലി താഴെ നോട്ട് എന്ന് പറഞ്ഞിട്ട് കോമ്പൗണ്ടിങ് ഹാഫ് ഇയർലി കോമ we take rate of interest as r by 2. We take rate of interest as r by 2 and period as 2 into n 2n. Clear ആണല്ലോ? അത്ര എഴുതാം. ഫുൾ സ്റ്റോപ്പ്. For compounding quarterly we take rate of interest as r by 4. We take rate of interest as r by 4 and period as n by 4. Full stop. For monthly compounding rate of interest is r by 12. For monthly compounding rate of interest is r by 12 and period 12 into n. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. n by 4 അല്ല, n into 4 ആയിരിക്കും വരിക കേട്ടോ. ദെൻ അവിടെ ഫോർ കോമ്പൗണ്ടിങ് ക്വാർട്ടേർലി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റിനെ നമുക്ക് ക്വാർട്ടേർലി ബേസിലാണ് നമ്മൾ ചെയ്തിരിക്കണേ, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ബേസിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് കുറയ്ക്കേണ്ടി വരും? ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർത്താൽ മതി. ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ 2 വർഷത്തേക്കാണ് 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം തരാം. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ദെൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് കുറയ്ക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്ത് കുറയ്ക്കേണ്ടി വരും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ r by 2 എന്ന് പറയും. ദെൻ 10 by 2 എന്ന് എടുക്കേണ്ടതായിട്ട് വരും. ദെൻ 5 ആയിരിക്കും അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സെയിം ടൈം അവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണെങ്കിൽ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എത്ര തവണയായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 ഇയറിൽ തന്നെ 2 തവണയാണ്. അതുകൊണ്ട് തന്നെ 2 ഇയറിലാകുമ്പോഴേക്കും അതെന്തായിരിക്കും? 4 തവണയായിരിക്കും. അപ്പോൾ n എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 2 ആണ് തന്നിരിക്കുന്നത് വെച്ചാൽ 2 into 2 4 ആയിട്ട് മാറും. കണ്ടോ? അപ്പോൾ n മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ 6 ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. കണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 2 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ റേറ്റ് നമ്മൾ 5 ആക്കി എടുക്കും, അതേപോലെ തന്നെ n = 4 ആയിട്ട് നമ്മൾ മാറ്റും. അതേസമയം ക്വാർട്ടേർലി ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത് ക്വാർട്ടേർലി ആണ് അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് വെച്ചാൽ ദെൻ അവിടെ 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ കൂടെ ഇയർലി 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടേർലി അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10 by 4 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 10 by 4 എന്ന് പറയുന്നത് കണ്ടോ, 10 by 4 എന്ന് പറയുമ്പോൾ 10 by 4 = റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് = 2.5. അങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ടൈം 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 2 into 4 into 2 8 ആയിരിക്കും. നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളത് n = 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ദെൻ അത് ക്ലിയർ ആയി. സെയിം ടൈം അവിടെ മന്ത്ലി പറയുന്നുണ്ട്. ഫോർ മന്ത്ലി കോമ്പൗണ്ടിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മന്ത്ലിയാണ് നമ്മൾ കണക്കാക്കേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ 2, 4 എന്നൊക്കെ കൊടുത്തതിന് പകരം ഓരോ മാസത്തെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. ദെൻ 10/12 വിട്ടിട്ട് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നിടത്ത് നമ്പർ 1 ഇയർ ആണ് 2 ഇയർ ആണ് തന്നിരിക്കുന്നത് വെച്ചാൽ 2 × 12 എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, മന്ത്ലി കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്, കോമ്പൗണ്ടിങ് ഹാഫ് ഇയർലി, കോമ്പൗണ്ടിങ് എക്സലിൻ്റെ ബുക്കിൽ തന്നെയാണ്, ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ പേജ് നമ്പർ 105 നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കോമ്പൗണ്ടിങ് ഹാഫ് ഇയർലി വി ടേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് R/2 ആൻഡ് പീരീഡ് ആസ് 2 × n. കണ്ടോ, ഹാഫ് ഇയർലി ആണെങ്കിൽ R എന്ന് പറയുന്നത് R/2ഉം N എന്ന് പറയുന്നത് 2 × n-ഉം. ഫോർ കോമ്പൗണ്ടിങ് ക്വാർട്ടർലി ആയിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഫോർ കോമ്പൗണ്ടിങ് ക്വാർട്ടർലി വി ടേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് R/4 ആൻഡ് പീരീഡ് ആസ് N/4 എന്നാണ് കൊടുത്തിരിക്കണേ. അവിടെ പീരീഡ് എന്ന് പറയുന്നത് N, അതായത് 4 × n എന്നാക്കി മാറ്റി എഴുതണം. ഫോർ N ഫോർ മന്ത്ലി കോമ്പൗണ്ടിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് R/12 ആൻഡ് പീരീഡ് ഈസ് 12 × n എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളതിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അത്തരത്തിലൊരു പ്രോബ്ലം ചെയ്തതായിട്ട് ഓർക്കണോ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പല രീതിയിലും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ the next one is Kamala deposited rupees 62,500. Question എഴുതാം. Kamala deposited rupees 62,500 in a bank for 1.5 years at 8% compound interest, 8% compound interest, compounded half yearly. Compounded half yearly. What will be the amount at maturity? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? കമല ഡെപ്പോസിറ്റഡ് rupees 62,500 ഇൻ എ ബാങ്ക്. 62,500 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഫോർ 1.5 years, 1.5 വർഷത്തിന് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8% ആണ്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, പക്ഷേ ഇവിടെ ഹാഫ് ഇയർലി വെച്ചിട്ട് അവർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വാട്ട് വിൽ ബി ദ എമൗണ്ട് അറ്റ് മെച്യൂരിറ്റി പീരീഡിൽ അവർക്ക് എത്രയായിരിക്കും ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദെൻ അവിടെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് ആദ്യം ആലോചിക്കാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു P × 1 + R/100 all raised to n. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാം. ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു P × 1 + R/100 all raised to n. ഇതാണ് ഫോർമുല. ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ദെൻ അതിൽ n എന്ന് പറയുന്നത് ഇവിടെ n ഈസ് ഈക്വൽ ടു 1.5 years എന്നുള്ളതാണ്.
1.5 വർഷമാണ് n എന്ന് പറയുന്നത്. അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 8% പെർ ആനം. 8% പെർ ആനം. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ കൂടെ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഏതിലേക്ക് ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും നമ്പർ ഓഫ് ഇയേഴ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ R ഈസ് ഈക്വൽ ടു 8/2, ദാറ്റ് ഈസ് 4% ആയിട്ടത് മാറും. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2n ആയിട്ട് മാറുകയാണ് ചെയ്യണേ. ദെൻ അവിടെ 1.5 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 3 ആയിട്ടത് മാറും. അപ്പോൾ n എന്ന് പറയുന്നത് എന്താവും? 3 ആയിട്ട് മാറും. നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, നമ്പർ എന്ന് പറയുന്നത് 3 ടൈംസ് ആയിട്ടത് മാറും. 3 ടൈംസ് 1.5 വർഷത്തേക്ക് ഹാഫ് ഇയർലി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 1.5 വർഷത്തിനുള്ള എത്ര തവണ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? 3 തവണ. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ആദ്യം 6 മാസം, പിന്നെ 1 വർഷം, പിന്നെ 1.5 വർഷം. അപ്പോൾ 3 തവണയായിട്ട് അത് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 3 ടൈംസ് ആയിട്ടത് ഇൻക്രീസ് ചെയ്യും. സെയിം ടൈം എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 8% പെർ ആനം ആണ്. 8% പെർ ആനം എന്നുള്ളതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ 8 ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറ്റണം. ദാറ്റ് ഈസ് 4% പെർ ഹാഫ് ഇയർ. അതിൻ്റെ അർത്ഥം എന്താണ്? 1 വർഷത്തേക്ക് 8% ആണ് പലിശ നിരക്കെങ്കിൽ 6 മാസം കൂടുമ്പോൾ അത് 4% ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ദെൻ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 all raised to n. അവിടെ P ഈസ് ഈക്വൽ ടു അവിടെ A ഈസ് ഈക്വൽ ടു P ഇൻറ്റു P എന്ന് പറയുന്നത് P കമല ഡെപ്പോസിറ്റഡ് P ഈസ് ഈക്വൽ ടു 62,500 എന്ന് പറയുന്നതാണ്. ദെൻ അവിടെ P എന്ന് പറയുമ്പോൾ 62,500 ബ്രാക്കറ്റിൽ 1 + R/ അതായത് 4/100 all raised to n ഈസ് ഈക്വൽ ടു 3. That is 62,500 into then 104 104/100 all raised to 3. That means 62,500 into 1.04 all raised to 3. അവിടെ 1.04 into 1.04 into 1.04 3 ടൈംസ് അത് മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന ആൻസറിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 62,500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഫൈനൽ ആൻസർ ഈസ് 70,304. അപ്പോൾ 62,500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞാൽ 62,500 എന്നുള്ളത് 70,304 രൂപയായിട്ട് ടോട്ടൽ എമൗണ്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റും മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 70,304 മൈനസ് 62,500. ഇത് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്കവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സിലോ അല്ലെങ്കിൽ ക്വാർട്ടേർലിയോ ഹാഫ് ഇയർലിയോ ഒക്കെ നമുക്ക് മാറ്റി തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ പ്രോബ്ലം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ 1-2 പ്രോബ്ലംസാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. Next question. How long would a sum of money to take to double if allowed to accumulate at 4.5% compound interest payable yearly? Our question ingane question. How long would a sum? How long would
how long would a sum of money take to double if allowed to accumulate at 4.5% compound interest payable yearly. Given that log 2 is equal to 0.3010, comma, log 1.045 is equal to 0.0191. The solution A is equal to 2p. That means how long would a sum of money to take double it allowed to accumulate at a 4.5% compound interest. അതായത് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് അത് 2000 രൂപയാവും? 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപയാവും. 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20000 രൂപയാവും എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്ത് എഴുതാം? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു 2p എന്ന് കൊടുക്കാം. Therefore n എന്ന് പറയുന്നത് നമുക്കറിയില്ല. എന്നോട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് n നമുക്കറിയില്ല. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 0.045. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. R ഈസ് ഈക്വൽ ടു 4.5 ആണ്. 4.5 എന്ന് പറയുമ്പോൾ 4.5. 4.5 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു R/100 ആയിരിക്കും. 4.5 ഡിവൈഡഡ് ബൈ 100 ദെൻ 0.045. അപ്പോൾ ഒന്നുകൂടെ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ദെൻ A ഈസ് ഈക്വൽ ടു 2p എന്ന് പറയാം. ദെൻ therefore A is equal to A കണ്ടുപിടിക്കാനുള്ള ഫോർമുല A is equal to നമുക്ക് ഫോർമുല എഴുതാനുള്ളത് A is equal to 2p. that means A is equal to p into 1 plus R by 100 all raised to n എന്ന് പറയുന്ന ഫോർമുലയാണ്. അതായത് A എന്ന് പറഞ്ഞാൽ 2p ആണ്. 2p is equal to p into 1 plus R by 100 all raised to n. എക്ക് പകരം ഞാൻ എന്ത് എഴുതിയെന്ന് മാത്രം? A എന്ന് പറയുന്നത് പിയുടെ ഡബിൾ ആണ്. അതായത് 2p ഈസ് ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഓൾ റൈസ്ഡ് ടു n. ദെൻ ഇവിടെ നമുക്ക് 2p ഡിവൈഡഡ് ബൈ p എന്ന് പറയാം. 2p ഡിവൈഡഡ് ബൈ p ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു R എന്ന് പറയുന്നത് 1 പ്ലസ് 0.045 all raised to n. എന്നറിയില്ല. 2p divided by p is equal to 1.045 all raised to n. ഇവിടെ പിയും പിയും ക്യാൻസൽ ചെയ്ത് പോകും. Therefore 2 is equal to ഇനി നമുക്ക് ഇവിടെ 2 is equal to 1.045 all raised to n എന്നുള്ളതാണ്. നമുക്കൊരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ n പവർ വാല്യൂ n എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ലോഗരിതം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോഗരിതം ഉപയോഗിക്കേണ്ടത് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഗിവൺ ദാറ്റ് ലോഗ് 2 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2ന്റെ ലോഗരിതം ടേബിൾ ഉപയോഗിക്കണം. 2ന്റെ ലോഗ് കണ്ടുപിടിക്കണമെങ്കിൽ ലോഗരിതം ടേബിൾ ഉപയോഗിക്കുക. 2 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? 2 പോയിന്റ്, അതായത് ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ 0.20യിൽ 0 നോക്കാം. ആ കിട്ടുന്ന ഫിഗർ ആയിരിക്കും ഏത്? ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് ലോഗരിതം തന്നിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ലോഗ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇവിടെ 2ന്റെ ലോഗ് വന്നിട്ട് ഞാനിവിടെ ലോഗ് അപ്ലൈ ചെയ്യാണ്. ലോഗ് 2 ഈസ് ഈക്വൽ ടു n ഇൻറ്റു ലോഗ് 1.045. ലോഗ് 2 എന്ന് പറയുന്നത് 0.03010
ഈസ് ഈക്വൽ ടു n ഇൻറ്റു 1.045 എന്നുള്ളതിൻ്റെ ലോഗ് എന്ന് പറയുന്നത് n ഇൻറ്റു 0.0191 ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 3010.3010 ഡിവൈഡഡ് ബൈ 0.0191. Therefore, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 15.8. അപ്രോക്സിമേറ്റ്ലി 15. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 15. ഇവിടെ n ഈസ് ഈക്വൽ ടു ഞാനിവിടെ എഴുതാണ് n ഈസ് ഈക്വൽ ടു 15.8 years ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം എന്താണ് ഇതിൽ ഇപ്പോൾ ഇത് മനസ്സിലായി എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ഡബിൾ ചെയ്യുക. അപ്പോൾ n എന്ന് പറയുന്നത് അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ a ഈസ് ഈക്വൽ ടു 2p എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചു. a ഈസ് ഈക്വൽ ടു 2p. ദെൻ a ഈസ് ഈക്വൽ ടു എയുടെ ഫോർമുല എന്താ? p ഇൻറ്റു 1 പ്ലസ് r ബൈ 100 ഓൾ റൈസ് ടു n. r എന്ന് പറയുന്നത് 4.5 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് മീൻസ് 0.045. Therefore, a is equal to a ക്ക് പകരം ഞാൻ അവിടെ എന്ത് എഴുതി? a എന്ന് പറയുന്നത് 2p ആണ്. a is 2p is equal to p into 1 plus r by 100 all raised to n. 2p ഈ p ഇവിടേക്ക് വരുമ്പോൾ 2p divided by p യും p യും ക്യാൻസൽ ചെയ്തു പോകും. Then 1 plus 0.045 that means 1.045 all raised to n. Then 2 is equal to 1.045 all raised to n. ഈ n കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിക്കണം. ലോഗ് ഉപയോഗിക്കുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ യൂസിങ് ലോഗ് ബോത്ത് ടു സൈഡ്സ് എന്ന രീതിയിൽ എഴുതാം. അതിനുശേഷം ലോഗ് 2 ഈസ് ഈക്വൽ ടു n ഇൻറ്റു ലോഗ് 1.045. therefore 0.3010 ഈസ് ഈക്വൽ ടു n ഇൻറ്റു 0.0191. n is equal to 0.3010 divided by 0.191. Answer is 15.8. Approximately 15 വർഷവും 8 മാസവും നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഡബിൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണേ നോക്കാം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ അതായത് 4th മൊഡ്യൂളിലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, i = PNR എന്ന് പറയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് a - p എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ തന്നെ കുറച്ചുകൂടെ 1-2 പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ടൈം വാല്യൂ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 4th മൊഡ്യൂളിൽ എന്താ? ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആണ് മെജോറിറ്റി ടോപ്പിക്ക്. അതിനുശേഷം നമുക്ക് ടൈം വാല്യൂവിലേക്ക് കിടക്കാം. എല്ലാ പ്രോബ്ലംസും നമുക്ക് മനസ്സിലാണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, എല്ലാം വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.